2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ 80 ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങുക, വിവരശേഖരണം നടത്തുക. അങ്ങനെയാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നത്. ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നതിന് വേണ്ടിയാണ്. കോളേജ് വിദ്യാർത്ഥികളെ സർവേക്ക് ഉപയോഗിക്കാനും ഉത്തരവ് ഇറക്കിയിരുന്നു. പദ്ധതിക്കായി ഒരു പോർട്ടൽ തയ്യാറാക്കി. പോർട്ടലാണ് ഇവിടെ ശ്രദ്ധേയമായത്. ആ പോർട്ടലിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ വോളണ്ടിയർമാരോട് ആവശ്യപ്പെട്ടു. ആ പോർട്ടൽ രജിസ്റ്റർ ചെയ്യിപ്പിച്ചത് CPM പ്രവർത്തകരെ തന്നെയല്ലേ? അപ്പോൾ തന്നെ വ്യക്തമല്ലേ അതൊരു പാർട്ടി പരിപാടിയാണെന്ന്? ഈ ഇത്തരത്തിൽ കോളേജ് വിദ്യാർത്ഥികളെ അടക്കം പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് പാർട്ടി റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് പാർട്ടി സഖാക്കന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടി അണികൾക്ക് വേണ്ടി ഒരു സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അക്കാര്യത്തിൽ ഈ 20 കോടി രൂപ ഇതിനായി വകയിരുത്തി 20 കോടി രൂപ നൽകേണ്ടതില്ല, നൽകാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയത്. ഞാൻ 3 കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് എന്താണ് ഇത്തരത്തിലൊരു സർവേ, നവകേരള സർവേ നടത്തേണ്ട ആവശ്യകത, നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. നമ്മുടെ കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്. ആ കോർപ്പറേഷൻ എല്ലാ വർഷവും ഇയർലി അത്തരത്തിലൊരു ഡേറ്റ ഇത് സംബന്ധിച്ച് നൽകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് കേരളത്തിലെ ക്ഷേമകാര്യങ്ങളെ പറ്റി അടക്കം കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രതിവർഷ സർവേ എല്ലാ വർഷവും നൽകുന്ന സർവേ ഉണ്ട്. ആ സർവേ റിപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. ഇനി മായോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ സർവേ നടത്തിയാണ് അത്തരത്തിലുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് അവർ പറയുന്ന ന്യായവാദം. അത് ന്യായവാദത്തിന് വേണ്ടി ശരിവെച്ചാൽ അത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിൽ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഈ കേരള ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ പ്രതിവർഷം എല്ലാ വർഷവും നടത്തുന്ന സർവേ ഡീറ്റെയിൽ ഇവരുടെ കയ്യിലിരിക്കുന്നു. ഇവർ അതിദരിദ്രരില്ല എന്ന് കേരളത്തിലെ മറ്റൊരു PR പരിപാടിയാണ്. അതിനുവേണ്ടി ഇവർ ഒരു സർവേ നടത്തി എന്ന് പറയപ്പെടുന്നു. ആ സർവേ അങ്ങനെ ഒരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ അവർ ഇതുവരെ തയ്യാറായിട്ടില്ല, നിയമസഭയ്ക്കകത്തും പുറത്തും. അത്തരത്തിലൊരു സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇവരുടെ കൈവശമുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു 20 കോടി രൂപ മുടക്കി ഒരു സർവേ നിലവിലത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം പടിവാതിക്കൽ നിൽക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന, കേരളത്തിന് ഭാവി വിലയിരുത്തുന്ന, ഒരു പുതിയ യുഗം വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 9.25 വർഷക്കാലം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവരോട് കടക്ക് പുറത്ത് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന മുഹൂർത്തം സമാഗതമാവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഏതാനും മാസക്കാലം മാത്രം ശേഷിക്കെ ഈ 80 ലക്ഷം വീടുകളിൽ ഇത്തരത്തിൽ സഖാക്കന്മാർ കടന്നു ചെല്ലുന്നത് എന്ത് ആക്ടിവിറ്റി നടപ്പാക്കാനാണ്, എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുമാണ് ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടിയാണ് സർവേ നടത്തേണ്ട ആവശ്യകത ഉണ്ടായെന്നുള്ളത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഈ സർവേക്കായി വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുത്ത കാര്യമാണ്. അതിലാകെ ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിലാകെ അവ്യക്തത നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ആരാ? അവർ ഉദ്ദേശിച്ചത് CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളും LDF അനുഭാവികളായിട്ടുള്ള ആളുകളെയുമാണ് അവർ ഉദ്ദേശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സർക്കാർ ഫണ്ടിൽ ഇത്തരത്തിൽ അവർക്കൊരു തെരഞ്ഞെടുപ്പ് പരിപാടി ഈസിയായി നടപ്പാക്കുക, ഇല്ലെങ്കിൽ ഒരു ചെലവില്ലാതെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ചെലവഴിക്കാതെ സർക്കാർ ഖജനാവിൽ നിന്ന് ഞാനും മായയും അടക്കമുള്ള ആളുകൾ അടയ്ക്കുന്ന തുക ഉപയോഗിച്ച്, ടാക്സ് ഉപയോഗിച്ച സർക്കാർ ഖജനാവിലെ പണം ഉപയോഗിച്ച് തങ്ങളുടെ പാർട്ടി പരിപാടി നടപ്പാക്കുക എന്നുള്ള ഉദ്ദേശമാണ്. അതിന് ശരിവെക്കുന്ന ഒരു ഉദാഹരണം കൂടിയുണ്ട്. അതായത് ഇത്തരത്തിലൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മാസക്കാലം മുമ്പ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള സർവേക്ക്, ഈ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകരെ ഇല്ലെങ്കിൽ LDF അനുഭാവികളെ ഇതിൻ്റെ ഭാഗമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി നൽകിയ കത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിലിരിക്കുകയാണ്. അത് രണ്ടാമത്തെ കാര്യമായി വെക്കാം. മൂന്നാമത്തെ കാര്യം, ഈ ഫണ്ട് വിനിയോഗിക്കുന്ന രീതി. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചത്. 20 കോടി രൂപ, 1-2 20 കോടി രൂപ ഇത്തരത്തിൽ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി, ഇവിടെ മുൻപ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ബജറ്റ് വകയിരുത്തൽ ഉണ്ടായിട്ടില്ല, ധനകാര്യ അനുമതിയില്ല. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ 20 കോടി രൂപ നമ്മൾ വകയിരുത്തണം, ചിലവാക്കണം എന്നുള്ള സാഹചര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനമുണ്ടെങ്കിൽ ഈ 2 അനുമതികൾ സുപ്രധാനമാണ്. ഒന്നുകിൽ ബജറ്റ് വകയിരുത്തണം. നവകേരള സർവേക്കായി 20 കോടി രൂപ വകയിരുത്തി. ബജറ്റിൽ നമ്മൾ പ്രഖ്യാപനം കേട്ടില്ലല്ലോ, അത്തരത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. 2 ധനകാര്യ അനുമതി, ധനകാര്യ വകുപ്പ് ഇത്തരത്തിലുള്ള സർവേക്ക് 20 കോടി രൂപ മുടക്കി സർക്കാർ ഖജനാവിൽ നിന്ന് പാർട്ടി CPMൻ്റെ
AKG സെൻറ്ററിൽ നിന്ന് നൽകുന്ന തുക ഉപയോഗിച്ചല്ല ഈ സർവേ നടത്തുന്നത്. CPM ഇവിടെ നമ്മുടെ നികേഷ് കുമാറിൻ്റെ സർവേ ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ സർവേ ആണ്. സർക്കാർ ഖജനാവിൽ നിന്നാണ് 1 രൂപയെങ്കിൽ ആ 1 രൂപ വിനിയോഗിക്കുന്ന സാഹചര്യം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ധനകാര്യ വകുപ്പിൻ്റെ അനുമതി വേണം. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പിൻ്റെ അനുമതിയില്ല, ബജറ്റ് വകയിരുത്തലുണ്ടായിട്ടില്ല, നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലേക്കും പോയിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോഴാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സഖാക്കന്മാരെ കുത്തിനിറച്ചുള്ള PR എക്സസൈസ് പരിപാടിയാണ്. ഒരു പാർട്ടി പരിപാടിയാകുമ്പോൾ അത് നിയമസഭയിൽ വെക്കാൻ പറ്റില്ലല്ലോ.